പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഒരു മ്യൂസിയത്തിലാണ്. കീലടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ മ്യൂസിയം ഉള്ളത്. അതായത് 2500-3000 കൊല്ലം മുമ്പുള്ള സംസ്കാരങ്ങൾ നിലനിന്നിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയതാണ്. അപ്പോൾ ഇവിടെ ഒരു പാറക്കല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വലിയൊരു പാറക്കല്ല്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നത് ഇന്ത്യയിൽ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു കല്ലാണ്. ഇത് കാണുമ്പോൾ ഇത് വെറും ഒരു കല്ലായിരിക്കും, പക്ഷേ അതിനകത്തൊരു ലിപി എഴുതിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ച് സംഘകാലത്തിനൊക്കെ മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു ലിപി ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേ ലിപിയിലുള്ള അക്ഷരങ്ങൾ താണ്ട ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനുള്ള കണ്ണും മനസ്സുള്ള ആൾക്കാർ മാത്രമേ ഇതിങ്ങനെ കാണുകയും ഇതിൻ്റെയൊക്കെ ഒരു നമ്മുടെ സംസ്കാരത്തിനോടൊക്കെ ചേർത്ത് വായിക്കുകയും നമ്മളെ പാരമ്പര്യത്തിൽ നിലനിർത്തുകയും വരും. നമ്മളെ നാട്ടിലും ഉണ്ടായിരുന്ന ഒരു ഗുഹാക്ഷേത്രവും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കല്ല് അവിടെ കിട്ടിയാൽ അത് പൊളിച്ച് കളഞ്ഞ് പാറക്കുറയൊക്കെ വന്ന് വെട്ടിച്ച് എല്ലാം പോയി. അപ്പോൾ ഇതുപോലത്തെ ഒരു കല്ല് കിട്ടിയിരുന്നെങ്കിൽ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇതൊന്ന് നോക്കിയിട്ട് ഇത് പൊളിച്ചെടുക്കാൻ സമയം എടുക്കും, ഒറ്റയ്ക്ക് പൊങ്ങൂലെന്ന് പറഞ്ഞിട്ട് നടുക്ക് കൂടം വെച്ച് അടിക്കും, എന്നിട്ട് പൊട്ടിച്ച് 3-4 പീസാക്കിയിട്ട് ലോഡ് കയറ്റി വിടും. അതാണ് നമ്മളെ നാട്ടിൽ ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ ഇവിടുത്തെ പൗരാണിക സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ അടിത്തറകളിലെ ഒരു കല്ലാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് കണ്ടെത്തിയതിൽ ഏറ്റവും പുരാതനമായ ഒരു കല്ലാണ് ഇവിടെ ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഭാഗത്തൊരു വലിയ മ്യൂസിയം അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയും കൂടെ പറയാം. ഒരു വലിയ മഹാപണ്ഡിതൻ ഒരു തത്തയെ വളർത്തിയിരുന്നു. പല ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരു തത്ത, ഫ്രഞ്ച് സംസാരിക്കും, അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന തത്ത, അങ്ങനെ അരുമയായിട്ട് ഇങ്ങനെ വളർത്തിയിരുന്ന തത്തയാണ്. അങ്ങനെ തത്തയും കൊണ്ട് ഇയാൾ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോയിട്ട് വഴി തെറ്റി കാട്ടിലെവിടെയോ കുടുങ്ങി അവസാനം അയാൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഘട്ടത്തിൽ ഒരു വേടനായിട്ടുള്ള ഒരാൾ വന്ന് അയാൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് രക്ഷിച്ചപ്പോൾ ഇയാൾക്ക് പകരം കൊടുക്കാനൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വില കൂടിയ വളരെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് തത്തയെ വേടന് കൊടുത്തു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഈ വേടനെ വഴി വെച്ച് ഒരു ദിവസം പുള്ളിക്കാരൻ കണ്ടപ്പോൾ എങ്ങനെ ഇരിക്കുന്നു തത്ത, സുഖമായിരിക്കുന്നത്. അപ്പോൾ അതിന് ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, ഒരു നാടൻ തത്ത എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ്, കിട്ടേണ്ട സാധനം കിട്ടേണ്ട ആളിൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത് പ്രയോജനമുണ്ടോ. അല്ലെങ്കിൽ ഈ കല്ല് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടിയോലിരിക്കും. ഇതുപോലത്തെ കല്ല് ചിലപ്പോൾ നമ്മളെ നാട്ടിൽ പണ്ട് ആ ഗുഹയുടെ അടുത്തൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.